ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂട് റിവ്യൂലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുഭാഷ് പറയുന്നു, നിങ്ങൾ എല്ലാവരും കൂടി വരണം, പങ്കെടുത്ത് അവരെ അനുഗ്രഹിക്കണം. സ്വന്തക്കാരായിട്ട് വിളിക്കാൻ നിങ്ങളെ ഉള്ളൂ. കൈകൂപ്പി ലളിത പറയുന്നു, അയ്യോ ദയവ് ചെയ്ത് അങ്ങനെ കണക്കാക്കി ഞങ്ങളെയും കൂടി നാണം കെടുത്തല്ലേ. നിങ്ങളുടെ സ്വന്തക്കാരാണെന്ന് പറയാനേ ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. നികേഷ് പറയുന്നു, സുഭാഷേട്ടൻ വന്നേ. അപ്പോൾ ലളിത പറയുകയാണ്, അല്ല ഒന്ന് നിന്നേ, നീ ആയിരുന്നല്ലോ പെണ്ണുങ്ങളുടെ വീട്ടിൽ കാപ്പി കുടിക്ക് പോയിരുന്നത്. അനിയൻ കെട്ടിയ സ്ഥിതിക്ക് അതങ്ങ് നിർത്തുമോ? അല്ല, പോയിട്ടും കാര്യമൊന്നുമില്ല. മാനം മര്യാദയുള്ള വീട്ടിൽ നിന്ന് നിനക്കൊന്നും ആരും പെണ്ണ് തരാൻ പോകുന്നില്ലല്ലോ. പിന്നെ ഒരു കാര്യമുള്ളത്, നിന്റെ അനിയൻ ചെയ്തതുപോലെ ആരെങ്കിലും പറഞ്ഞു പറ്റിച്ച് കൂടെ കൂട്ടുക എന്നുള്ളതാ. അതും അധികകാലം ഒന്നും നിൽക്കാൻ പോകുന്നില്ല. കാര്യം മനസ്സിലാകുമ്പോൾ അവരും ഇട്ടേച്ചു വെക്കോളും. ഇത് കേട്ട് സുഭാഷ് വിഷമത്തോടു കൂടി നിൽക്കുമ്പോൾ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് നികേഷ് പറയുന്നു, സുഭാഷേട്ടൻ വരുന്നുണ്ടോ? വരാൻ. അങ്ങനെ നികേഷ് സുഭാഷിനെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. സുനന്ദ ചോദിക്കുന്നു, എന്ത് നാക്കാമേ ഇത്? എടുത്തു കളിച്ചാൽ വിഷം മാത്രമേ വരുമല്ലേ? സുനന്ദയുടെ തോളിലേക്ക് തല്ലി ലളിത പറയുന്നു, അകത്ത് കയറി പോടി, അവൾ എന്നെ ഗുണദോഷിക്കാൻ വന്നിരിക്കുന്നു. ഗംഗാധരൻ പറയുകയാണ്, പോടി. ഇത് കേട്ട് സുനന്ദ അകത്തേക്കുമ്പോൾ ലളിത പറയുന്നു, അവന്റെ ഒരു റിസപ്ഷൻ വായട്ടാ. പിന്നീട് കാണിക്കുന്നത് പന്തല് കിട്ടാനുള്ള സാധനങ്ങളുമായി സുഭാഷിന്റെ ഒപ്പമുള്ള ജോലിക്കാർ അവിടേക്ക് വരികയാണ്. സുഭാഷ് പറയുന്നു, ഈ മുറ്റത്തിട്ടാ മതി. പിന്നെ ഇവിടെയായിട്ട് സ്റ്റേജ് വേണം, മഴ കൊള്ളാതിരിക്കാൻ പാകത്തിന് ഒരു ചെറിയ പന്തൽ, പിന്നെ ആൾക്കാർക്കൊക്കെ ഇരിക്കാനായിട്ട് കുറെ ചെയർ വേണം, പിന്നെ ഇവിടെ ഫുള്ള് ലൈറ്റ്സ് വേണം. നോക്ക്, സ്റ്റേജ് ഡെക്കറേഷൻ ഒക്കെ ഞാൻ വേറെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാ പിന്നെ തുടങ്ങിക്കോ. അയാൾ പറയുന്നു, അഡ്വാൻസ് കൊടുക്കണം. എത്ര വേണമെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അയാൾ പറയുകയാണ്, 10,000. ഭാസ്കരൻ പറയുന്നു, എടാ നല്ല നക്കാപ്പീച്ചയും കൊടുത്തു വിടടാ, പണി കണ്ട് ബോധിച്ചിട്ട് മതി ബാക്കി. സുഭാഷ് പറയുന്നു, അത് വിട്, പൈസ ഞാൻ എടുത്തോണ്ട് വരാം, നിങ്ങള് പണി തുടങ്ങ്. തുടർന്ന് പാചകക്കാരുടെ അരികിലേക്ക് വന്ന് സുഭാഷ് പറയുന്നു, ഇക്ക ബിരിയാണി സൂപ്പർ ആയിരിക്കണം. അപ്പോൾ ഇക്ക പറയുകയാണ്, അത് പിന്നെ ചോദിക്കാനുണ്ട് സുഭാഷ്, നിന്റെ വീട്ടിലെ ആദ്യത്തെ കല്യാണം അല്ലേ, ആബൂക്കയുടെ വക സ്പെഷ്യൽ ബിരിയാണി ആയിരിക്കും. അവിടേക്ക് വന്ന് നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ആ സ്റ്റേജിന്റെ ആൾക്കാർ വിളിച്ചിട്ടുണ്ട്, അഡ്വാൻസ് ജിപേ ചെയ്യാൻ നമ്പർ തന്നിട്ടുണ്ട്. സുഭാഷ് ചോദിക്കുന്നു, എത്രയാടാ? നികേഷ് പറയുകയാണ്, 1500 വേണമെന്നാ പറഞ്ഞത്. തുടർന്ന് സുഭാഷ് പണമെടുത്ത് നികേഷിന്റെ കയ്യിൽ കൊടുക്കുകയാണ്. അവിടേക്ക് വന്ന് ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ഇതിൽ 10,000 ഉണ്ട്, ഇത് വെച്ചു. ഇത് എന്തിനാടാന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ്, ഇതുകൊണ്ട് ഒന്നും ആകില്ലെന്ന് എനിക്കറിയാം, എന്നാലും തൽക്കാലം വെച്ചേക്ക്. പിന്നെ ചിക്കൻ കടയിലെ പൈസ ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുണ്ട്, അടുത്ത ആഴ്ച ഞാൻ കൊടുത്തോളാം. സുഭാഷ് ചോദിക്കുന്നു, നീ ഇപ്പൊ ഇത് കടം വാങ്ങിച്ചതല്ലേ, എന്തിനാത്? ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ ബാങ്കിൽ ഇട്ടേക്കുന്ന കാശൊന്നും അല്ലല്ലോ, കടം വാങ്ങിയതല്ലേ. ഇതാന്ന് പറഞ്ഞ സുഭാഷിന്റെ കയ്യിലേക്ക് പണം വെച്ച് കൊടുത്തിട്ട് ഹരീഷ് പറയുകയാണ്, പിന്നെ ഒരു കാര്യം, നമ്മൾ ഇതൊക്കെ ചെയ്താലും സുധീഷ് ഏട്ടൻ 1 രൂപ തിരിച്ചു തരാൻ പോകുന്നില്ല. സുഭാഷ് പറയുന്നു, എന്തുവാടാ ഇത്? അങ്ങനെ അവൻ തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? ഇത് നമ്മുടെ വീടല്ലേ, വീട്ടിലൊരു ആഘോഷമാകുമ്പോൾ നമ്മൾ എല്ലാവരും കൂടിയല്ലേ അത് നടത്തേണ്ടത്. ഹരീഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ വിചാരിക്കുന്നത് പോലെ അങ്ങേരും വിചാരിക്കണം, അത് ചെയ്യില്ല എന്നാ ഞാൻ പറഞ്ഞത്. സുഭാഷ് പറയുന്നു, എടാ ഹരീഷ്, അവരോട് നീ ഇങ്ങനെ എപ്പോഴും ദേഷ്യം കാണിക്കല്ലേ. അവിടേക്ക് വന്ന നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ കാശ് കൊടുത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ഒരു കാര്യം മറന്നു, പന്തൽ റെഡി, സ്റ്റേജ് റെഡി, എല്ലാം റെഡി. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നു, പെണ്ണിനും ചെക്കനും ഡ്രസ് എടുക്കണ്ടേ. അത് ശരിയാണല്ലോ എന്ന് സുഭാഷ് പറയുമ്പോൾ നികേഷ് പറയുകയാണ്, അവര് വരുന്നതിന് മുമ്പേ എടുക്കണം. സുഭാഷ് പറയുന്നു, സുധീഷിന്റെ അളവ് നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷെ ആ കുട്ടിക്ക് എങ്ങനെ എടുക്കും? നികേഷ് ചോദിക്കുന്നു, എന്താ എടുത്താല്? അപ്പോൾ സുഭാഷ് പറയുകയാണ്, എടാ അതൊക്കെ എടുക്കാൻ അറിയണ്ടേ? നികേഷ് പറയുന്നു, കടയിൽ ഇഷ്ടം പോലെ ചേച്ചിമാരുണ്ടാകും, അവരോട് പോയി കാര്യം പറയും, അവര് പറ്റിയത് എടുത്തു തരും. ഹരീഷ് പറയുന്നു, നീ കൊള്ളാലോടാ, ഇതൊക്കെ എങ്ങനെ പഠിച്ചു? നികേഷ് പറയുന്നു, ഞാൻ പഠിച്ചതിനെ പറ്റിയല്ല, ഇതൊന്നും ഇത്രയും കാലമായിട്ട് നിങ്ങൾ പഠിക്കാത്തതിനെ പറ്റി നിങ്ങൾ ആലോചിക്കും. സുഭാഷ് ചോദിക്കുന്നു, എല്ലാം കൂടി എത്രയാകും? നികേഷ് പറയുന്നു, അതറിയില്ല, കൂട്ടത്തില് എനിക്കൊരു ഷർട്ടും പാന്റും കൂടി എടുക്കണം പ്ലീസ്. ചിരിച്ചുകൊണ്ട് ഹരീഷ് പറയുന്നു, അപ്പൊ അതായിരുന്നു മനസ്സിലിരിപ്പ്. പണം എടുത്തു കൊടുത്തുകൊണ്ട് സുഭാഷ് പറയുന്നു, ഇതിപ്പോ ഒരു 20,000 രൂപയുണ്ട്, സുധീഷിനും ആ കുട്ടിക്കുള്ള ഡ്രസ് എടുക്ക്, പിന്നെ നിങ്ങൾ രണ്ടുപേരും ഓരോന്നെടുത്തോ. ഹരീഷ് ഇരിക്കുന്നു, അപ്പൊ സുഭാഷ് ഏട്ടനോ? അപ്പോൾ സുഭാഷ് പറയുകയാണ്, എന്റെ കയ്യിൽ പുത്തൻ ഇരിക്കുകയല്ലേടാ, കഴിഞ്ഞ ഓണത്തിനടുത്ത്. ഹരീഷ് പറയുന്നു, അത് കഴിഞ്ഞ് എത്ര പെണ്ണ് കാണാനല്ല ആ ഷർട്ട് ഇട്ടോണ്ട് പോയി, ഒരു ഷർട്ടും മുണ്ടും സുഭാഷ് ഏട്ടനും എടുത്തു. എടാ ഇത് എല്ലാത്തിനും കൂടി തികയില്ല എന്ന് സുഭാഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ്, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. അങ്ങനെ ഹരീഷും നികേഷും ഡ്രസ് എടുക്കാനായി പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജീപ്പിൽ യാത്ര ചെയ്യുന്ന സുധീഷിനെയും നിധിയെയാണ്. സുധീഷ് റേഡിയോ ഓൺ ചെയ്യുകയാണ്. അതിൽ പറയുന്നു, ഹലോ ഗൈസ്, ഇന്നത്തെ പബ്ലിക് ഫീഡ്ബാക്ക് പ്രോഗ്രാമിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഒളിച്ചോടിപ്പോയ കവിതാക്കളും അവർ നേരിടുന്ന പ്രശ്നവും എന്നുള്ളതാണ്. നമ്മുടെ കൂടെ സ്റ്റുഡിയോയിൽ ഒളിച്ചോടിപ്പോയി വിവാഹം ചെയ്ത 3 ദമ്പതികളുണ്ട്. ഇത് കേൾക്കുന്ന നിങ്ങളിൽ അങ്ങനെ ഒളിച്ചോടിപ്പോയി വിവാഹം ചെയ്തവരുണ്ടെങ്കിൽ അവർക്കും നിങ്ങളോടൊപ്പം ടെൻഷനോടുകൂടി സുധീഷ് ഒരു വിരഹഗാനം വെക്കുകയാണ്. സുധീഷ് പറയുന്നു, ഇപ്പോഴത്തെ സിറ്റുവേഷന് പറ്റിയ പാട്ടിതാ. നിധി പറയുന്നു, ഒന്നെങ്കിൽ ഇത് നിർത്ത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാട്ട് വെക്ക്, ഇങ്ങനെ സങ്കടപ്പാട്ട് വെച്ച് പോകാൻ ഇവിടെ ആരും മരിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ഇത് കേട്ട് സുധീഷ് പാട്ട് ഓഫ് ചെയ്യുമ്പോൾ നിധി പറയുന്നു, എന്തൊക്കെ മാറ്റങ്ങളാ എന്റെ ലൈഫിൽ സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ പിടിയില്ല. കഴിഞ്ഞ മാസം പോലെയല്ല കഴിഞ്ഞ ആഴ്ച, അതുപോലെയല്ല ഇന്നലെ ഇന്നും, ഏത് സമയത്ത് എന്തൊക്കെയാ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഒരു പിടിയില്ല. സുധീഷ് പറയുന്നു, എടോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല, താൻ നോക്കിക്കോ, അടുത്ത ആഴ്ച ഫുൾ അടിപൊളിയായിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, ഇനി എന്ത് സംഭവിക്കും എന്ന് നമ്മൾ ഓവർ തിങ്ക് ചെയ്യാൻ പാടില്ല, മനസ്സിനെ ഫ്രീ ആയിട്ട് വിടണം, അപ്പൊ എല്ലാം ഓക്കെ ആകുമെന്നേ. ഈ സമയം സുധീഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഗോപി. ഫോൺ അറ്റൻഡ് ചെയ്ത് സുധീഷ് സാറേന്ന് വിളിക്കുമ്പോൾ ഗോപി പറയുന്നു, എടാ നിന്നോട് ഇന്നലെ വരാനല്ലേ ഞാൻ പറഞ്ഞത്? ആണ് സാറേന്ന് സുധീഷ് പറയുമ്പോൾ ഗോപി
ചോദിക്കുന്നു പിന്നെന്താടാ ഇങ്ങോട്ട് വരാൻ വണ്ടി കിട്ടിയില്ലേ? സുധീഷ് പറയുന്നു അത് അങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ് സർ. ഗോപി പറയുന്നു വേഗം വരണം. സുധീഷ് പറയുന്നു ശരി സാർ. അല്ല ഞാൻ തനിയെ വന്നാ മതിയോ സാറേ? ഗോപി ചോദിക്കുന്നു ആ പെണ്ണ് നിന്നെ വിട്ടു പോയോ? ഇല്ല കൂടെയുള്ളത് സുധീഷ് പറയുമ്പോൾ ഗോപി പറയുന്നു എന്നാ മര്യാദയ്ക്ക് അവളെയും കൂടി വരാൻ നോക്ക്. ശരി എന്താണെന്ന് പറഞ്ഞ് സുധീഷ് ഫോൺ കട്ട് ചെയ്യുകയാണ്. ആരാന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു അതെ നമ്മുടെ കല്യാണം നടത്തി തന്നില്ലേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആ സാറാ. നിധി ചോദിക്കുന്നു നമ്മുടെ കല്യാണോ? പറയുന്നത് കേട്ടാ തോന്നും ശരിക്കും കല്യാണം കഴിച്ചതാണെന്ന്. അതൊരു ഡ്രാമ കാണിച്ചതാണെന്നല്ലേ പറഞ്ഞത്? സുധീഷ് പറയുന്നു അതെ അതെ ഡ്രാമ. ഇപ്പോൾ വിളിച്ചതേ അവിടുത്തെ CPO ഗോപി സാറാ. നമ്മളോടൊന്ന് അങ്ങോട്ട് ചെല്ലാൻ. നിധി ചോദിക്കുന്നു നമ്മളോ? എന്തിന്? സുധീഷ് പറയുന്നു എന്റെ കൂടെ ഇയാള് ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ടോ എന്ന് അവർക്ക് നോക്കാൻ വേണ്ടിട്ടാ. നിധി ചോദിക്കുന്നു ഞാൻ ഇയാളുടെ കൂടെ എന്തിനാ ഹാപ്പി ആയിട്ടിരിക്കുന്നത്? സുധീഷ് പറയുന്നു അങ്ങനെയല്ല ഞാൻ കുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്ന് നോക്കാൻ വേണ്ടിട്ടേ. നിധി ചോദിക്കുന്നു അതാ ചോദിച്ചത് നിങ്ങൾക്ക് എന്ത് കുഴപ്പം ഉണ്ടാക്കാൻ പറ്റുകയെന്ന്. ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുന്നു അത് ഇയാള് തന്നെ നേരിട്ട് അവരോട് ചോദിച്ചാൽ മതി. നിധി ചോദിക്കുന്നു അപ്പോ അങ്ങോട്ട് പോവാണോ നമ്മള്? സുധീഷ് പറയുന്നു അതെ ഇന്നലെ വീട്ടിലേക്ക് പോകാൻ നേരത്തെ അവര് വിളിച്ചിരുന്നു. പിന്നെ ഇയാള് ടെൻഷനിലായതുകൊണ്ട് ഞാൻ പറയാതിരുന്നതാ. നിധി പറയുന്നു ശരി ആയിക്കോട്ടെ. പിന്നീട് കാണിക്കുന്നത് ഡ്രസ്സുകളും വാങ്ങി വീട്ടിലേക്ക് വരികയാണ് ഹരീഷും നികേഷും. നിധിയുടെ ഡ്രസ്സ് എടുത്ത് നോക്കിയിട്ട് സുഭാഷ് പറയുന്നു ഇത് കൊള്ളാലോ നന്നായിട്ടുണ്ട്. ഹരീഷ് പറയുന്നു ഇവൻ നമ്മള് വിചാരിച്ചതുപോലെ അല്ല ചേട്ടാ. പെണ്ണുങ്ങളുടെ ഡ്രസ്സിനെ പറ്റി നല്ല വിവരമാണ്. ആ കടയിലെ പെണ്ണുങ്ങളോടെ ചിരിച്ചും കുഴങ്ങും അവിടെയുള്ള മുഴുവൻ സാരികളും പുറത്തെടുത്തു. ചുമ്മാതെ സുഭാഷ് ഏട്ടാന്ന് നികേഷ് പറയുമ്പോൾ ഹരീഷ് പറയുകയാണ് പിന്നെ സാരിയേ ഉള്ളൂ ബ്ലൗസ് ഇല്ല. സുഭാഷ് ചോദിക്കുന്നു അപ്പൊ എന്ത് ചെയ്യും? നികേഷ് പറയുന്നു ഈ സാരിയുടെ കൂടെ ബ്ലൗസ് പീസ് ഉണ്ട് അളവെടുത്ത് തയ്പ്പിക്കണം. സുഭാഷ് ചോദിക്കുന്നു എടാ അതിന് എപ്പോൾ ആര് കൊണ്ട് തയ്പ്പിക്കും? സുനന്ദ അവിടേക്ക് വരുന്നത് കണ്ട് നികേഷ് പറയുന്നു ദാ അതിനുള്ള ആള് വരുന്നുണ്ടല്ലോ. അവിടേക്ക് വന്ന സുനന്ദ പറയുന്നു ഭയങ്കര ഡെക്കറേഷൻ ആണല്ലോ. നികേഷ് പറയുന്നു ഒരു ഹെൽപ്പ് ചെയ്യുമോ? കല്യാണ പെണ്ണിനുള്ള സാരി എടുത്തു പക്ഷെ ബ്ലൗസ് തയ്പ്പിക്കാൻ പറ്റിയില്ല. സുനന്ദ ചോദിക്കുന്നു അത് ശരി വൈകുന്നേരത്തെ പരിപാടിക്ക് ഇപ്പോഴാണോ ഡ്രസ്സ് തയ്പ്പിക്കുന്നത്? സുഭാഷ് പറയുകയാണ് എല്ലാം എടുപിടിന്നായിരുന്നില്ലേ അതിനുള്ള സമയം കിട്ടിയില്ല. സുനന്ദ പറയുന്നു സുധീഷിനോട് പറഞ്ഞാൽ പോരായിരുന്നു വരുന്ന വഴിക്ക് ഏതെങ്കിലും കടയിൽ നിന്നും സാരി വാങ്ങിയിട്ട് അവിടെ നിന്ന് ബ്ലൗസും തയ്പ്പിച്ചുകൊണ്ട് വരാൻ. ഹരീഷ് പറയുകയാണ് അയ്യോ അത് മതിയായിരുന്നു. ഇതാണ് പെണ്ണുങ്ങൾ ചിന്തിക്കുന്നത് പോലെ നമ്മുടെ മണ്ടേ ആകില്ല എന്ന് പറയുന്നത്. സുഭാഷിനെ നോക്കി പുഞ്ചിരിച്ച സുനന്ദ പറയുന്നു അങ്ങനെ ചിന്തിക്കാൻ ശേഷിയുള്ള പെണ്ണിനെ സ്ഥിരമായിട്ട് വീട്ടിൽ വിളിച്ചു നിർത്തണം എന്നാലേ ഇതൊക്കെ നടക്കൂ. ഹരീഷ് പറയുന്നു നമുക്ക് സുധീഷ് ഏട്ടനെ വിളിച്ചാലോ? സുഭാഷ് പറയുന്നു എടാ ഇനിയിപ്പോ അതിനുവേണ്ടി സമയം ചെലവാക്കാൻ നിന്നാലേ അവൻ വീണ്ടും വൈകും. നികേഷ് ചോദിക്കുന്നു നിങ്ങൾക്കിപ്പം ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ? സുനന്ദ പറയുകയാണ് നീ ചൂടാകാതെ കൊച്ചനോന്ന് നികേഷ് ചോദിക്കുമ്പോൾ സുനന്ദ പറയുകയാണ് സുഭാഷ് ഏട്ടന്റെ ഇളയ അനിയൻ എനിക്ക് കൊച്ചനല്ലേ. ആ സാരി ഇങ്ങ് തന്നെ നോക്കട്ടെ. സാരി നന്നായിട്ടുണ്ട് പക്ഷെ അളവറിയാതെ എങ്ങനെയാ? സുഭാഷ് ചോദിക്കുന്നു അതൊരു ഊഹം വെച്ചങ്ങ് ചെയ്താ പോരെ. സുനന്ദ ചോദിക്കുന്നു ബ്ലൗസോ? എന്റെ സുഭാഷ് ഏട്ടാ ഒരു പെണ്ണെ അവളുടെ ലവറിന്റെയോ ഭർത്താവിന്റെയോ സ്വഭാവം ശരിയല്ലെങ്കിൽ കൂടെ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷെങ്കിൽ സാരിയുടെ ബ്ലൗസ് ശരിയല്ലെങ്കിൽ ഇവിടെ ആ കുട്ടിയുടെ ബ്ലൗസ് വല്ലതും ഇരിപ്പുണ്ടോ അളവിനായിട്ട്? സുഭാഷ് പറയുന്നു ബാഗും കൊണ്ടല്ലേ പോയത്. അതെ അതേന്ന് നികേഷ് പറയുമ്പോൾ പുറത്ത് അലക്കി വെച്ചിരിക്കുന്ന സാരിയും ബ്ലൗസും കണ്ട് സുനന്ദ ചോദിക്കുന്നു അതാരുടെയാ? നികേഷ് പറയുന്നു അത് ഏട്ടത്തി കഴുകിയിട്ടതാ പെട്ടെന്ന് പോയപ്പോൾ എടുത്തില്ല. സുനന്ദ പറയുന്നു എന്നാ പിന്നെ അത് അളവിനെടുത്താ പോരെ. ഇത് പിടിച്ചേ. അങ്ങനെ സുനന്ദ ആ ബ്ലൗസ് എടുക്കാനായി പോവുകയാണ്. സുഭാഷ് പറയുന്നു അപ്പൊ അളവുമായി. ബ്ലൗസുമായി അവിടേക്ക് വന്ന സുനന്ദ പറയുന്നു ഇത് മതി വൈകുന്നേരത്തിന് മുമ്പേ ഞാൻ തയ്പ്പിച്ചു കൊണ്ടുവരാം. ആയിക്കോട്ടെ എന്ന് സുഭാഷ് പറയുമ്പോൾ സുനന്ദ ചോദിക്കണം പക്ഷേ എനിക്കെന്ത് തരും? നികേഷ് പറയുന്നു ഒരു പ്ലേറ്റ് ബിരിയാണി എക്സ്ട്രാ. സുനന്ദ പറയുന്നു അത് നീ തന്നെ ഇരുന്നങ്ങ് വിഴിഞ്ഞാ മതി. സാരി ഇങ്ങെടുത്തെ. അങ്ങനെ സാരിയും ബ്ലൗസുമായി അവിടെ നിന്ന് പോവുകയാണ് സുനന്ദ. നികേഷ് ഡ്രസ്സുകളുമായി അകത്തേക്ക് പോകുമ്പോൾ ബാക്കി പൈസ എടുത്ത് സുഭാഷിന്റെ കയ്യിൽ കൊടുക്കുകയാണ് ഹരീഷ്. എന്താ ഇതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയുകയാണ് ബാക്കി സാരിയും സുധീഷ് ഏട്ടന്റെ ഡ്രസ്സും നികേഷിനുള്ള ഷർട്ടും കഴിഞ്ഞ് ബാക്കി 1500 ഉണ്ട്. പൂവിന്റെ കാശ് ഞാൻ കൊടുത്തു അതിനെ സുഭാഷ് ഏട്ടൻ തരാൻ നിൽക്കണ്ട. സുഭാഷ് ചോദിക്കുന്നു എടാ നീ അപ്പോ ഷർട്ട് എടുത്തില്ലേ? ഹരീഷ് പറയുകയാണ് സുഭാഷ് ഏട്ടൻ എന്തായാലും ഓണക്കോടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്നല്ലേ പറഞ്ഞത്. എന്റെ കയ്യിലുണ്ട് അധികം ഉപയോഗിക്കാത്ത ഒന്ന് അത് മതിയെന്നേ. വെറുതെ ചിലവ് കൂട്ടുന്നത് എന്തിനാ? ഈ വീട്ടിൽ നിന്ന് വർക്ക്ഷോപ്പിലേക്ക് അല്ലാതെ ഞാൻ എവിടേക്കാ പോകുന്നത്? ഇത് കേട്ട് പുഞ്ചിരിച്ച് ബാക്കി പൈസ വാങ്ങി പോക്കറ്റിലിട്ടുകൊണ്ട് സുഭാഷ് അവിടെ നിന്ന് പോകാനെ തുടങ്ങുമ്പോൾ ഹരീഷ് ചോദിക്കുന്നു സുഭാഷ് ഏട്ടന് വിഷമമില്ലേ? സുധീഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞതില് സുഭാഷ് ഏട്ടന് വിഷമമൊന്നുമില്ലേ? സുഭാഷ് പറയുന്നു എടാ ഞാൻ എന്തിനു വിഷമിക്കണം നമ്മളെല്ലാവരും സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ഹരീഷ് പറയുന്നു സുധീഷ് ഏട്ടൻ ഇഷ്ടപ്പെട്ട കുട്ടീനെ കല്യാണം കഴിച്ചതില് സന്തോഷം തന്നെ പക്ഷെ സുഭാഷ് ഏട്ടന്റെ കല്യാണം ഒന്നും ആയില്ലല്ലോ ഇതുവരെ. സുഭാഷ് പറയുന്നു അതിനെന്താടാ അത് നടക്കുമ്പോൾ നടക്കട്ടെ. ഹരീഷ് പറയുന്നു ആളുകളൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സുഭാഷ് പറയുന്നു എടാ നമ്മുടെ ആൾക്കാർക്ക് സ്വന്തം അടുക്കളയിൽ എന്താണെന്നുള്ളതിനേക്കാൾ ആരാന്റെ അടുപ്പിൽ അന്വേഷിക്കുന്നതാ കൂടുതൽ ഇഷ്ടം. നീ അത് വിട്. നീ അതൊന്നും ശ്രദ്ധിക്കാനേ നിൽക്കണ്ട. പണികൾ കുറെ ഉണ്ട് നീ അതൊക്കെ ചെയ്യാൻ നോക്ക്. അങ്ങനെ സുഭാഷ് അവിടെ പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഡീസൽ അടിക്കാനായി പമ്പിലേക്ക് കയറുകയാണ് സുധീഷ്. ചേട്ടാ ഡീസൽ 1500 എന്ന് പറഞ്ഞ് പൈസ ഉണ്ടോ എന്ന് പേഴ്സിൽ നോക്കുകയാണ് സുധീഷ്. പൈസ ഇല്ല. ടെൻഷനോടുകൂടി ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞ് സുധീഷ് സുഭാഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. ഫോൺ അറ്റൻഡ് ചെയ്ത് സുഭാഷ് പറയുന്നു പറയടാ എവിടെ എത്തി? സുധീഷ് പറയുന്നു ഞങ്ങളിതാ വന്നോണ്ടിരിക്കുക. വേഗം എത്തില്ലെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നു ആ വരും. സുഭാഷ് ചോദിക്കുന്നു പിന്നെ
നിന്റെ കൂടെ അവളും കൂടി ഇല്ലേ? സുധീഷ് പറയുന്നു അതെ ഉണ്ട് ഏട്ടാ. ഓക്കെ ശരി ശരിയെന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയുന്നു വെക്കില്ലേ അത് ഞാൻ വിളിച്ചതേ കുറച്ച് പൈസക്ക് വേണ്ടിട്ടാ. സുഭാഷ് പറയുന്നു നീ അതൊന്നും പേടിക്കണ്ടെന്നേ, നീ ഇങ്ങനെ വന്നാ മാത്രം മതി, പൈസയൊക്കെ ഇവിടെ ഉണ്ട്. സുധീഷ് പറയുന്നു അതല്ല ദേ ഇപ്പൊ വേണം, ഞാൻ പമ്പിൽ നിൽക്കുക. പമ്പിലെ ജോലിക്കാരൻ പറയുന്നു സാറേ കഴിഞ്ഞു, വണ്ടി മാറ്റിയിട്. സുധീഷ് പറയുന്നു ചേട്ടാ ഒരു 1500 രൂപ, അല്ല വേണ്ട ഒരു 2500 രൂപ അയച്ചു തരുമോ? സുഭാഷ് പറയുന്നു ശരി ഞാൻ അയക്കാം, വെച്ചോ നീ. ശരി എന്ന് പറഞ്ഞ സുധീഷ് ഫോൺ കട്ട് ചെയ്യുകയാണ്. സുധീഷ് വണ്ടിയിലേക്ക് കയറുമ്പോൾ പമ്പിലെ ആള് പറയുന്നു സാറേ പൈസ. സുധീഷ് പറയുന്നു അങ്ങോട്ട് നീക്കിയിട്ടിട്ട് വരാമടോ, ഞാൻ അങ്ങോട്ട് ഓടി പോവുകയൊന്നുമില്ല, ചെയ്തിട്ട് പോകാലോ സാറേ എന്ന് അയാള് പറയുമ്പോൾ സുധീഷ് പറയുകയാണ് ശരി QR കോഡ് എവിടെ? ആയിട്ടുണ്ട്, ഒരു അർജന്റ് കോള് വന്നു അതാ. നിധി ചോദിക്കുന്നു കാശില്ല അല്ലേ? ആര് പറഞ്ഞു എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി ചോദിക്കാണ് ഞാൻ കാരണം കുറെ ചിലവാകുന്നുണ്ടല്ലേ. ഏയ് അതൊക്കെ വിട്ടേക്കെന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ് ഞാൻ നാളെ തന്നെ എല്ലാം തിരിച്ചു തരാം. സുധീഷ് പറയുന്നു നമുക്കിപ്പം എന്തേലും കഴിക്കാം, എനിക്ക് വല്ലാത്ത വിശപ്പ്. പമ്പിലെ ജോലിക്കാരൻ പറയുന്നു വണ്ടി മാറ്റിയിട്. എടുക്കാം സാർ എന്ന് പറഞ്ഞ് സുധീഷ് വണ്ടി മുന്നോട്ടേക്ക് എടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഭക്ഷണം കഴിക്കാനായി അവർ ഒരു ഹോട്ടലിലേക്ക് കയറുകയാണ്. ഈ സമയം രാജീവിന്റെ ഒരു ഫോട്ടോ സുധീഷിന്റെ ഫോണിലേക്ക് അയക്കുകയാണ് സാന്ദ്ര. സുധീഷ് പറയുന്നത് ഇയാളുടെ ഏട്ടത്തി അയച്ചതാണല്ലോ, നോക്കിയേ. നിധി പറയുന്നു അച്ഛനാ. സുധീഷ് പറയുകയാണ് കൊള്ളാലോ, നല്ല മിടുക്കനായിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ടാൽ തൂങ്ങാൻ പോയതാണെന്ന് തോന്നുകയില്ല. അങ്ങനെ സുധീഷ് ചിരിക്കുമ്പോൾ നിധി ദേഷ്യത്തോടുകൂടി സുധീഷിനെ നോക്കുകയാണ്. സുധീഷ് പറയുന്നു അയ്യോ ഒന്നും തോന്നല കേട്ടോ, ഞാൻ വേറെ അർത്ഥത്തിലൊന്നും പറഞ്ഞതല്ല, ഞാൻ ഉദ്ദേശിച്ചതേ ആള് നല്ല ആരോഗ്യവാനായിട്ട് ഇരിപ്പുണ്ടല്ലോ എന്നാ. സോറി കേട്ടോ, ഞാനിങ്ങനെ പറയുന്നത് കൊണ്ട് തെറ്റായിട്ട് എടുക്കല്ലേ, എന്റെ ഒരു രീതി അങ്ങനെയാ. നിധി പറയുന്നു ഞാൻ പേടിച്ചതുപോലെ ഒന്നും സംഭവിച്ചില്ലല്ലോ, അത് മതി. ഈ സമയം അവിടേക്ക് വന്ന വെയിറ്റർ ചോദിക്കുന്നു സാർ കഴിക്കാൻ എന്താ വേണ്ടത്? സുധീഷ് ചോദിക്കുന്നു കഴിക്കാൻ എന്താ ഉള്ളത്? വെയിറ്റർ പറയുകയാണ് മട്ടൻ ബിരിയാണി, ചിക്കൻ 65. പോക്കറ്റിലേക്ക് ഒന്ന് നോക്കിയിട്ട് സുധീഷ് പറയുന്നു അതല്ലാതെ വേറെ എന്താ ഉള്ളത്? നിധി പറയുന്നു എനിക്ക് ചിക്കൻ ബിരിയാണി മതി. ഇത് കേട്ട് സുധീഷ് പറയുന്നു എന്നാ 2 ചിക്കൻ ബിരിയാണി. ശരി സാറെന്ന് പറഞ്ഞ് വെയിറ്റർ അവിടെ വന്ന് പോകുമ്പോൾ നിധി പറയുകയാണ് നല്ല വിശപ്പ് അതാ. അതിനിപ്പോ എന്താന്ന് സുധീഷ് പറയുമ്പോൾ നിധി പറയുകയാണ് ഇതിന്റെയും കൂടി ചേർത്ത് ഞാൻ നാളെ തരാം കേട്ടോ. ഇത് കേട്ട് സുധീഷിന്റെ മുഖം പാടുമ്പോൾ നിധി ചോദിക്കുന്നു എന്താ? സുധീഷ് പറയുകയാണ് അതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാശ് പറയണ്ട കേട്ടോ, എനിക്ക് എന്തോ പോലെ തോന്നുന്നു. നിധി പറയുകയാണ് അതല്ല ആരോടോ കാശ് ചോദിക്കുന്നത് കേട്ടു അതാ. സുധീഷ് മനസ്സിൽ പറയുന്നു എന്റെ ഭഗവാനെ, പെണ്ണുങ്ങളെ നീ ഇത്ര ഷാർപ്പാക്കി പടച്ചു വിട്ടല്ലോ. പുഞ്ചിരിച്ച് സുധീഷ് പറയുന്നു അതെ അത് ആരോടും അല്ല, എന്റെ ചേട്ടനോടാ. ഈ തിരക്കിട്ട് പോന്നപ്പോഴേ ഞാൻ ATM കാർഡ് വീട്ടിൽ വെച്ച് മറന്നുപോയി അതാ. നിധി പറയുന്നു അതുകൊണ്ടെന്താ, ബാങ്കിൽ കാശുണ്ടെങ്കിൽ ഫോണിലൂടെ പേ ചെയ്യാമല്ലോ. സുധീഷ് പറയുന്നു അതെ ആ അക്കൗണ്ട് ഈ UPI-യുമായിട്ട് കണക്ട് അല്ല, ഇത് വേറെ അക്കൗണ്ടാ അതുകൊണ്ടാ. നിധി പറയുന്നു ഇയാളുടെ ഏട്ടൻ നല്ല ആളാ അല്ലേ? സുധീഷ് പറയുന്നു ആ പിന്നെ എന്റെ വീടിനെ പറ്റി എനിക്കിങ്ങനെ നല്ല ഒപ്പീനിയൻ ഒന്നും ഇല്ല, എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു വീട് അത്രേ ഉള്ളൂ. എന്താ അങ്ങനെയെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് അത് ഈ അമ്മയില്ലാത്ത വീടാകില്ലല്ലോ, വീട്ടിലേക്ക് പോകാൻ നമുക്ക് എന്തെങ്കിലും ഒരു കാരണം വേണ്ടേ, പിന്നെ എല്ലാ ദിവസവും പോകുന്നു അത്രേ ഉള്ളൂ. നിധി ചോദിക്കുന്നു നിങ്ങൾ അച്ഛനും മക്കളും അങ്ങനെ സംസാരിക്കില്ലേ? സുധീഷ് പറയുകയാണ് അച്ഛനോടൊക്കെ നമ്മൾ എന്ത് സംസാരിക്കാനോ, ഇയാള് കണ്ടതല്ലേ എങ്ങനെ പെരുമാറണമെന്ന് അച്ഛനും അറിഞ്ഞൂടാ, അല്ലെങ്കിൽ അത്ര ആളുകളുടെ ഇടയിൽ വെച്ച് അങ്ങനെ ഡാൻസ് കളിക്കുവോ? നിധി പറയുന്നു അച്ഛന്റെ ഡാൻസ് നന്നായിരുന്നു. സുധീഷ് പറയുകയാണ് അത്രയും കുഴപ്പത്തിന്റെ ഇടയിലും അതിഷ്ടമായി അല്ലേ? ഇത് കേട്ട് നിധി ചിരിക്കുമ്പോൾ സുധീഷ് പറയുകയാണ് അമ്മ പോയതിനു ശേഷം അച്ഛൻ ഇങ്ങനെ ആയത്, എല്ലാവരും വന്ന് കിടക്കുന്ന ഒരു സ്ഥലമെന്നല്ലാതെ ഇതുവരെ അതൊരു വീടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, ഇനി അത് മാറുമായിരിക്കും. പുഞ്ചിരിച്ച നിധി പറയുന്നു എന്റെ വീട് നേരെ തിരിച്ചായിരുന്നു, എപ്പോഴും ചിരിയും കളിയും തമാശയും, അച്ഛന്റെയും ചേട്ടന്റെയും ജീവനായിരുന്നു ഞാൻ, പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ആ വീട് മാറ്റിക്കളഞ്ഞു. ചിരിച്ചുകൊണ്ട് സുധീഷ് പറയുകയാണ് ശരിയാ, ഇപ്പോ ബിഗ് ബോസ് ഹൗസ് പോലെ ആയി അല്ലേ, അടി ബഹളം തല്ല് ചീത്ത ഒക്കെ ഒരോളം. ഇത് കേട്ട് നിധിയുടെ മുഖം പാടുമ്പോൾ സുധീഷ് പറയുന്നു അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല കേട്ടോ. നിധി പറയുന്നു ശരിയാ, അത് അങ്ങനെ ആക്കിയത് ഞാനാ, ഇത്രയും കാലം എനിക്ക് വേണ്ടതെല്ലാം അവര് ചെയ്തു തന്നിട്ടുണ്ട്, അവര് പറഞ്ഞതൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്, പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ജീവിതം തന്നെ മാറിപ്പോയി. ഇത്രയും കാലം ഉണ്ടായിരുന്ന സ്നേഹം അടുപ്പം അതൊക്കെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ഇല്ലാതായി. അതെങ്ങനെയാ? സുധീഷ് പറയുന്നു എടോ ഈ സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാ, ഇപ്പോ എനിക്ക് വേണ്ടി ഇയാൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാല് ഇയാൾക്ക് വേണ്ടി ഞാൻ വേറൊരു കാര്യം ചെയ്യും. ഇപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ അല്ല ഇയാള് പെരുമാറുന്നതെങ്കിൽ അതുവരെ ഇയാള് ചെയ്തു തന്ന കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് മറക്കും, എന്നിട്ട് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാനങ്ങ് ചെയ്യും. ഈ അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ വെറുതെയാ, എല്ലാത്തരം സ്നേഹവും കണ്ടീഷൻ ഉള്ളതാ, ഇങ്ങോട്ട് എങ്ങനെയാണോ അതുപോലെ നമ്മൾ അങ്ങോട്ടും ചെയ്യും, അതത്രേ ഉള്ളൂ. നിധി പറയുന്നു പക്ഷെ ഇയാൾ അങ്ങനെയല്ലല്ലോ. ഇത് കേട്ട് പുഞ്ചിരിച്ച് നിധിയെ നോക്കുകയാണ് സുധീഷ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. സുഭാഷ് സുധീഷും നിധിയും വരുമ്പോഴേക്ക് റിസപ്ഷൻ നടത്താനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുകയാണ്. ജോലിക്കാരുടെ ഒപ്പം മുറ്റത്ത് നിൽക്കുന്ന സുഭാഷിന്റെ അരികിലേക്ക് നിധിയുടെ സാരിയുമായി അവിടേക്ക് വരികയാണ് സുനന്ദ. സുഭാഷുമായി സംസാരിക്കുന്ന സുനന്ദ കണ്ണു നിറങ്ങി ചോദിക്കുന്നു സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കാത്തതിൽ വിഷമമൊന്നും തോന്നുന്നില്ലേ? സുഭാഷ് പുഞ്ചിരിച്ച് സുനന്ദയെ നോക്കുമ്പോൾ സുനന്ദ പറയുകയാണ് എനിക്ക് സുഭാഷ് ഏട്ടനെ ഇഷ്ടമാ, ഒരുപാട് ഇഷ്ടമാ, അത് പക്ഷേ ഈ വീട്ടിലുള്ള എല്ലാവർക്കും എന്നോട് തോന്നുന്ന ഇഷ്ടമല്ല. സുനന്ദയുടെ വാക്കുകൾ കേട്ട് സുഭാഷ് സുനന്ദയെ തന്നെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് സുധീഷിന്റെ ഒപ്പം യാത്ര ചെയ്യുന്ന നിധി പറയുന്നു ഇയാൾ
നിങ്ങളെ ആദ്യം കാണുമ്പോൾ എന്തോ പോലെ തോന്നുമെങ്കിലും അടുത്ത കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. സുധീഷ് ചോദിക്കുന്നു, എന്നെ കാണുമ്പോൾ എത്ര മോശമായിട്ടൊക്കെ തോന്നുന്നു. നിധി പറയുന്നു, ഒരു റൗഡിയെ പോലെ. ഇത് കേട്ട് കണ്ണു തള്ളി സുധീഷ് നിധിയെ നോക്കുമ്പോൾ നിധി പറയുകയാണ്, പിന്നെ കണ്ടപ്പോ ഒരു ഫ്ലഡ് ആണെന്ന് തോന്നി. ഇത് കേട്ട് ഡ്രൈവ് ചെയ്യുന്ന സുധീഷ് തിരിഞ്ഞ് നിധിയെ നോക്കുകയാണ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.